എല്ലാവർക്കും നമസ്കാരം. SSCയിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി റിലീസ് ആയിരിക്കുകയാണ്. ട്രാൻസ്ലേറ്റ് ഓഫീസർ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സബ് ഇൻസ്പെക്ടർ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്ക് വേക്കൻസി ഉണ്ട്. സബ് ഇൻസ്പെക്ടർ ട്രാൻസ്ലേറ്റ് ഓഫീസറായിട്ട് വേക്കൻസി ഉണ്ട്. ജൂനിയർ ട്രാൻസ്ലേറ്റ് ഓഫീസറായിട്ട് ആർമഡ് ഫോഴ്സസിലേക്ക് വേക്കൻസി ഉണ്ട്. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസറായിട്ട് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിലേക്ക് വേക്കൻസി ഉണ്ട്. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്ററായിട്ട് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്കും വേക്കൻസി ഉണ്ട്. സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്ററായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സർവീസിലേക്കും മിനിസ്ട്രിയിലേക്കുമാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ട്രാൻസ്ലേറ്റർ നോട്ടിഫിക്കേഷൻ ആണ് SSC വഴിയാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. 5/6/2025 മുതൽ 26/6/2025 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് SSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. അപേക്ഷിക്കുമ്പോൾ 100 രൂപ ഫീസ് ഉണ്ട്. SC ST വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് 12 ഓഗസ്റ്റ് 2025 എക്സാമിനേഷൻ ടയർ 1 എക്സാമിനേഷൻ പേപ്പർ 1 എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. വന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ 5ഓളം ഡിപ്പാർട്ട്മെന്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂനിയർ ട്രാൻസ്ലേറ്റ് ഓഫീസർ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഉണ്ട്. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ആർമഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ വേരിയസ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സും മിനിസ്ട്രീസും ഉണ്ട്. സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ വേരിയസ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രീസും ഉണ്ട്. സബ് ഇൻസ്പെക്ടർ ഹിന്ദി ട്രാൻസ്ലേറ്റർ CRPFിലേക്കും വേക്കൻസി വന്നിട്ടുണ്ട്. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർക്ക് ലെവൽ 7 ആണ് സാലറി സ്കെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 437 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് CRPFിലേക്ക് 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 25/6/1995 26/6/2007 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നിന്ന് 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. മറ്റുള്ള പോസ്റ്റുകളിലേക്ക് 14/7/1998 2/8/1995 1/8/2007 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് 2/8/1995 1/8/2007 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം. ഇതിൽ നിന്ന് 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. സോ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ തസ്തികയിലേക്ക് മാസ്റ്റർ ഡിഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഹിന്ദി വിത്ത് ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി റിഗൻസ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി. സബ് ഇൻസ്പെക്ടർ ഹിന്ദി ട്രാൻസ്ലേറ്ററിലേക്ക് മാസ്റ്റർ ഡിഗ്രി ഫ്രം യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. 165 സെന്റിമീറ്റർ ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 155 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ BROയിലേക്കാണ് പോസ്റ്റിംഗ് കിട്ടുന്നതെങ്കിൽ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുകൊണ്ട് BROയിലേക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1.6 കിലോമീറ്റർ 10 മിനിറ്റ്സ് ആണ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ എക്സാമിനേഷൻ സെന്റർ ഉണ്ടെന്നുള്ള കാര്യം നോക്കാം. കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ വന്നിരിക്കുന്നത് കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശ്ശൂർ, കവരത്തി. ലക്ഷദ്വീപുകാർക്ക് കവരത്തിയിലാണ് എക്സാമിനേഷൻ സെന്റർ പറഞ്ഞിരിക്കുന്നത്. കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, കവരത്തി തുടങ്ങിയ ഡിസ്ട്രിക്റ്റിൽ കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താങ്ക്